തീർച്ചയായും വലിയ തോതിലുള്ള ഒരു അക്രമ സ്വഭാവമുള്ള ഒരു സംഘം തന്നെയാണ് ഇതിന് പുറകിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പോലീസിന് നേരെ തന്നെ വെടിയുതിർക്കുന്നതിന് വേണ്ടി ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു സാധാരണക്കാർ ഏതെങ്കിലും രീതിക്ക് മോഷണത്തിനിടയിൽ പ്രതിരോധിക്കുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രത്തോളം വലിയ തരത്തിലുള്ള ആയുധ ശേഖരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നാമക്കല്ലിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ സംഘം നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ വെച്ചും ഇത്തരത്തിൽ പോലീസ് ചെക്കിങ്ങോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വെട്ടിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സംഘത്തിൽ നിന്നും വലിയ ആയുധശേഖരങ്ങൾ കണ്ടെത്തി എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സംഘം ഒരുപാട് മോഷണങ്ങൾ സമാനമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് യാതൊരു വിധത്തിലും പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആദ്യം നടത്തി. അതിനുശേഷം ഇത്തരത്തിൽ ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കൃത്യമായ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ഈ മോഷണശേഷം അവർ രക്ഷപ്പെടുന്നു. ആദ്യം കാറിൽ രക്ഷപ്പെടുന്നു, അതിനുശേഷം കണ്ടെയ്നറിൽ കാർ കയറ്റി അതിൽ രക്ഷപ്പെടുന്നു. പിന്നീടാണ് ഈ പോലീസിൻ്റെ വലയിലാകുന്നത് ഈ സംഘം. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ATM കവർച്ച നടന്ന 3 ATMകളും ആ 3 ATMകളും കൂടുതൽ ആളുകൾ എല്ലാ സമയത്തും എത്താത്ത ATM ആണ്. അതിന് പുറമെ ഈ ATM കൗണ്ടറുകൾക്ക് മുൻപിൽ യാതൊരു വിധത്തിലും CCTV ക്യാമറകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ATM കൗണ്ടറുകളിലെല്ലാം തന്നെ പണം നിറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ആ ATM കൗണ്ടറുകളിൽ നിന്നും പിൻവലിച്ച് ആളുകൾ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും തീരെയില്ല. അങ്ങനെ പരമാവധി പണം ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തൊട്ടടുത്ത ദിവസങ്ങളിൽ നിറച്ച ATM കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു മോഷണം, ആ മോഷണമാണ് ഇത്രയും വലിയ ഒരു സംഘം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ റൂറൽ SP തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 ഇടങ്ങളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഒന്നിൽ 4 പേരും മറ്റൊന്നിൽ 5 പേരുമാണ് ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ മൊത്തം 9 അംഗം സംഘം ഉണ്ടോ എന്നോ അല്ലെങ്കിൽ ഒരേ സംഘങ്ങൾ തന്നെ 2 ഇടങ്ങളിൽ നിന്നും ഈ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് മോഷണം നടത്തിയാണെന്നോ എന്നുള്ള ഒരു സംശയം നേരത്തെ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആണ് പോലീസ് കൃത്യമായി കാര്യങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. കാരണം ആദ്യം മോഷണം നടന്നു, ആ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത സ്ഥലത്ത് മോഷണം നടക്കുന്നത്. ആ സ്ഥലത്ത് മോഷണം നടന്നതും അതേ സംഘത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതായത് ആ വാഹനത്തിൽ 6-7 പേരോ ആണ് ഉണ്ടായിരുന്നത്. ആ വാഹനം പിന്നീട് മറ്റു ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റുന്നതും. അതായത് ഈ കണ്ടെയ്നർ ലോറിയെ സംബന്ധിച്ചും പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് തൃശ്ശൂർ സിറ്റി പോലീസ് പറയുന്നത്. കാരണം അക്കാര്യങ്ങളിലെല്ലാം തന്നെ തമിഴ്നാടിൻ്റെ കൂടി സഹായത്തോടു കൂടി വേണം ഈ പരിശോധന നടത്താൻ. എവിടെ വെച്ചാണ് ഈ കണ്ടെയ്നർ ലോറിക്ക് അകത്തേക്ക് കാർ കയറ്റിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വലിയ ആശ്വാസകരമാണ്. വളരെ വേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞു. വലിയ പ്രൊഫഷണൽ സംഘമാണ് ആ കവർച്ചാ സംഘം എന്നത് വ്യക്തമായതിന് പിന്നാലെ അവരെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരമാണ്. അതേസമയം തന്നെ പോലീസിന് നേരെ വെടിവെപ്പുണ്ടായി, ആക്രമണമുണ്ടായി എന്നതൊക്കെ ഞെട്ടിക്കുന്നതാണ്. തിരിച്ച് പോലീസിന്റെ വെടിയേറ്റ് സംഘത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അവിടെ പോലീസിന്റെ പരിശോധനകൾ ഇപ്പോൾ നാമക്കല്ലിൽ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. MS